ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആയിഷ. അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖമാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ വീട്ടിൽ നടന്ന കല്യാണത്തിന് ഗ്രൂം ട്യൂബിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അടുത്തത് ഹൽദി ആയിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം കഴിയാനായിക്കണേ. പക്ഷേ വീഡിയോ ഇടാനുള്ളത് എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ എഡിറ്റ് ചെയ്യുന്ന ആളുകളും എവിടെ എനിക്ക് എഡിറ്റ് ചെയ്യുന്നത് വലിയ അറിയൊന്നുമില്ല. അപ്പോൾ വീഡിയോ കണ്ടെത്തി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മഞ്ഞ കല്യാണത്തിന് എല്ലാവരും പോലെ നമ്മളും മഞ്ഞ കോസ്റ്റ്യൂം മെയിനും എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വെള്ളത്തിനായിട്ട് കുറവ് തന്നെ മഞ്ഞ കളർ വെള്ളമാക്കി നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ സ്റ്റേജ് കാര്യങ്ങൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വെക്കണ പോലെ തന്നെ നമ്മൾ മൈസൂർ പാക്കും ലഡുവും ജിലേബിയും കാര്യങ്ങളും നമ്മളും വെച്ചു. അതിന് കുറവ് വരുത്തിയിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ സ്റ്റേജിലേക്ക് കയറി അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഫ്രണ്ട്സും ആണ്. പിന്നെ എനിക്ക് ജ്യൂസ് കൊടുത്തും വെള്ളം കൊടുത്തും ആ ചെങ്ങായിനെ ഹലാക്കിൻ്റെ അവലംകുഞ്ഞാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിന് നമ്മളെല്ലാവരും സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ കുറേ പാട്ട് ഇതിൽ ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് കോപ്പിറൈറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞുതരാം, എനിക്കത് അറിയില്ല കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മൾ കസിൻസും റിലേറ്റീവ്സും ഒക്കെ ആണ്. ഇപ്പോൾ ഓരോ വകയും എനിക്ക് എന്താണ് സ്വീറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കൊടുത്ത ആളാട്ടോ ഞാൻ ഓൻ്റെ കാക്കൻ്റെ വൈഫായിട്ട് വരും. പരിപാടി നല്ല അടിപൊളിയുണ്ട്. എനിക്ക് ഹെൽത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം നമ്മൾ ഗ്രൂം ട്യൂബ് ചെയ്യുന്നത്. കാരണം തൊട്ട് പ്ലാൻ ഇല്ലാതെ ചെയ്തൊരു കാര്യം അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ കാണിച്ച ഫാമിലീൻ്റെ അപ്പച്ചിയും കാക്കയും അനിയനൊക്കെ ആണ് കേട്ടോ. ഇത് നമ്മളെ അമ്മ നമ്മളെ വീട്ടിലെ കാരണവരാണ്. സിലേഖ എന്നാണ് പേര്. നമ്മളെ അമ്മൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പം മൂപ്പത്തി നമ്മളെ കാരണവരായതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തെ നമ്മൾ സ്റ്റേജിലേക്ക് വിളിച്ച് ഒരു ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ഒരു ഓർമ്മയല്ല, ഇതൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു ഓർമ്മയാണ്. പിന്നെ നമ്മളെ വീട്ടിലെ കാരണവന്മാർക്കൊരു സന്തോഷമാവട്ടെ എന്ന് അത് തന്നെ. പിന്നെ ഇത് നമ്മളെ അമ്മ ഇപ്പിയാണ്. അപ്പം ഉമ്മനെ ഇപ്പനെയും കൊണ്ട് സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊടുപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മളെ മാമന്മാരാണ് എല്ലാവരും വന്നിട്ട് എനിക്ക് സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്വീറ്റ്സും ജ്യൂസും വെള്ളമൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അണങ്കിയാക്കുക, അതായത് നമ്മളെ നാത്തൂൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. പിന്നെ എന്താണ് ആ കയറിപ്പോയ ആളാണ് ഞാൻ. അത് നമ്മളെ ഫാമിലിയാണ്, കംപ്ലീറ്റ് ഫാമിലി. ഇനിയിപ്പോൾ ഇതിലും എൻ്റെ ബ്രൈഡിൻ്റെ ഒരു കുറവുണ്ട്. അത് ഇൻഷാല്ലാ ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ വീട്ടിലെ പന്തൽ ലൈറ്റ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ കുറേ ലൈറ്റ് നായി കടിച്ച് തിന്നിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഫ്രണ്ട്സാണ്. ഇത് എൻ്റെ അപ്പച്ചിയാണ്. അതിൻ്റെ കാക്കൻ്റെ മോനാണ്. ഇതിന് ഹസ്ബൻഡാണ് കേട്ടോ, സിറാജ് കാക്ക എന്താണ് കല്യാണത്തിന് പാട്ട് പാടിയതായിരുന്നു. നമ്മളെ പഴയ ഷാഫീൻ്റെ ഒരു പാട്ടില്ലേനു പൊന്നിന്നിറമായി ആ പാട്ടിന് പാടിയിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല നല്ല വോയിസൊക്കെ ആണ് എൻ്റെ പിയാപ്പിളിൻ്റെത്. ഇനി പിയാപ്പിളായതുകൊണ്ട് പറയില്ല. പക്ഷേ ആ ഒരു ഓഡിയോ ഇതിൽ കൊടുക്കാൻ വേണ്ടി പറ്റില്ല, എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. സിറാജ് കാക്ക കുട്ടികളെ കൊഞ്ചിക്കുന്നത് ഇങ്ങനെയാണ് ഗൈസ്. അതെൻ്റെ കാക്കാണ് കേട്ടോ. മോനെടുത്ത് നിൽക്കുന്നത് എൻ്റെ ബ്രദറാണ്. അങ്ങനെ എല്ലാവരും ഫുഡ് എന്തെങ്കിലും അറിയാം നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും അച്ചാറും തൈരൊക്കെയാണ് കേട്ടോ അന്നത്തെ ഫുഡൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഫുള്ള് ജഗബൊക്കെ നമ്മളെ വീട്ടിലത്തെ കല്യാണത്തിന് അങ്ങനെയല്ലോ, ഒന്നും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. മര്യാദയ്ക്ക് ഫോട്ടോസിന് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇതിന് എൻ്റെ അനിയനെ കൊണ്ട് ഞാൻ എടുപ്പിച്ച വീഡിയോസ് ചെയ്യുന്നു. ഇതിൻ്റെ സിറാജ് ഖാൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പരിപാടിക്ക്. അതതിന് ഹൈലൈറ്റ്. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, കുടുംബക്കാരും അയൽവാസികളും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ അജാപ്പാമ്മടിൻ്റെ റീലായിരുന്നു കേട്ടോ. അത് എത്ര നോക്കിയിട്ട് എനിക്ക് ആ ഒരു റീല് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. കോപ്പിറൈറ്റ് ഇങ്ങനെ ക്ലെയിം ആവാം. എനിക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഇതിൻ്റെ ABCD അറിയാത്തതുകൊണ്ടാണ് അറിയില്ല കേട്ടോ. അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ലേശം കൊള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സ്റ്റേജ് അത്യാവശ്യം നന്നായിട്ട് കുലുങ്ങുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിയാപ്പിള ചെക്കൻ്റെ അത്യാവശ്യം കുലുങ്ങുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കണ്ട ആ ഒരു അടിപൊളി മഞ്ഞ ഡ്രസ്സിൽ എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഈ പാട്ട് ഏതെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഡാൻസ് കണ്ടാൽ തന്നെ ഏകദേശം കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ ഇനി ഈ പാട്ട് എനിക്ക് അറിയണോണ്ടാണോ അറിയില്ല കേട്ടോ. അടിപൊളിയായിട്ടുള്ള പാട്ട് കഴിഞ്ഞു. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പാട്ട്. നമുക്ക് ഈ പാട്ട് കേട്ടാൽ ആരും ഡാൻസ് കളിച്ചപ്പം അത്ര അടിപൊളി പാട്ടാണിത്. അപ്പോൾ നമ്മളെ വീട്ടിലത്തെ കല്യാണത്തിൽ മാക്സിമം എൻജോയ് ആക്കിയിട്ടുണ്ടായിരുന്നു. എൻജാമി. പിന്നെ എന്തൊക്കെയോ എല്ലാവരും ഇളകി തുള്ളുണ്ടായിരുന്നു. കാരണം ഒന്നിനൊരു കുറവ് വരുത്തിയില്ലേനും. കാരണം നമ്മുടെ വീട്ടിലത്തെ ലാസ്റ്റ് പരിപാടി കേട്ടത്. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ എല്ലാ വീട്ടിൽ പോയാലും ഇങ്ങനെ തന്നെയാണ്. നമ്മളൊരു ഇങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ളവരും ഇങ്ങനത്തെ ആൾക്കാർ. അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പിയാപ്പിളും എൻ്റെ അളിയാക്കിയാണ്. അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.